സ്ഫോടനത്തിന് പിന്നിൽ ജയ്ഷെ ഭീകരരെന്ന് സൂചന. കാർ ഓടിച്ച ഭീകരൻ ഉമർ മുഹമ്മദിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുനഹരി മസ്ജിദിന് മുന്നിൽ കാർ 3 മണിക്കൂറോളം നിർത്തിയിട്ടിരുന്നു. രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്ദിനി ചൗക്കായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നന്ദൻ, ലക്ഷ്യം ചാന്ദിനി ചൗക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വാഹനം ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് അവർ എത്തിയത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, ചാന്ദിനി ചൗക്ക് മാത്രമല്ല, രാജ്യത്തെ മെട്രോ സ്റ്റേഷനുകളിലടക്കം തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറയുന്ന മേഖലകളിലൊക്കെ തന്നെ സ്ഫോടനം നടത്താനായിരുന്നു ഈ ഭീകരവാദികൾ യഥാർത്ഥത്തിൽ പദ്ധതിയിട്ടിരുന്നത്. ആ പദ്ധതിയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ നീക്കത്തിലൂടെ പൊളിഞ്ഞടുങ്ങിയത്. ഈ ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായ 7 ഭീകരർ, അവർ 2900 കിലോഗ്രാമാണ് സ്ഫോടക വസ്തുക്കൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നത്. മാത്രമല്ല, IED സ്ഫോടനത്തിന് ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും അവരുടെ ധാരാളമായി ഉണ്ടായിരുന്നു. ഉഗ്ര സ്ഫോടനമാണ് പല ഭാഗങ്ങളിലായിട്ട് അവർ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഈ പദ്ധതി പൂർണ്ണമായും പൊളിയുകയായിരുന്നു. ജയ്ഷെ ഇ മുഹമ്മദ് മാത്രമല്ല, ജയ്ഷെ ഇ മുഹമ്മദിന് പുറമെ മറ്റൊരു ഭീകരവാദ സംഘടന കൂടി ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നിരോധിത ഭീകര സംഘടനയായ ജയ്ഷെ ഇ മുഹമ്മദിന് പുറമെ അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്ന സംഘടനയിൽപ്പെട്ട ഭീകരവാദികളും ഈ ജയ്ഷെ ഇ മുഹമ്മദ് ഭീകരവാദികൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഭാരതത്തിൽ ഇത്തരത്തിൽ സ്ഫോടന പരമ്പര സൃഷ്ടിക്കുകയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം സൂചനകളാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്നത്. ഈ ഭീകരവാദികളുടെ ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ പദ്ധതി പൂർണ്ണമായും ഡൽഹി പോലീസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഒക്കെ തന്നെ സഹായത്തോടുകൂടി അത് പൂർണ്ണമായും പൊളിഞ്ഞു നീങ്ങി എന്നുള്ളതാണ്. ഹരിയാന പോലീസിന്റെ സഹായത്തോടുകൂടി ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് ഈ 7 ഭീകരവാദികൾ പിടിയിലാകുന്നത്. അതിൽ 2 പേർ ഡോക്ടർമാരും മറ്റുള്ളവർ വിദ്യാർത്ഥികൾ. അവർ ബിടെക്കിനും അതേപോലെ തന്നെ MBAക്കും ഒക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു. ഇത്തരം വിദ്യാർത്ഥികളെയാണ് ഈ ആക്രമണത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അതിൽ ഒരാളാണ് ഉമർ എന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിലുണ്ടായിരുന്ന ഉമർ അത്തരം ഒരാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അടക്കം സൂചന നൽകുന്നത്. ഉമറും ഇവർ ഒരുമിച്ച് പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അത്തരം സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഫോറൻസിക് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വിവിധ ഏജൻസികളുടെ അല്പസമയം മുമ്പ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് CRPFന്റെ ഭാഗമായിട്ടുള്ള